വബറകാതുഹു. ഇനി നമുക്ക് എടുക്കാനുള്ള ബെയ്ത്ത്, നമ്മുടെ വിഷയം ശറഫലന ബെയ്ത്തും അർത്ഥവും രീതിയും. ആ വിഷയത്തിൽ നമുക്ക് ഇനി എടുക്കാനുള്ള ഭാഗം മമിസ്ലു അഹ്മദ ബിൽ കൗനൈനി നഹ്വാഹു ബദ്റുൻ ജമീഉൽ വറാ ബിഹുസ്നിഹി താഹു മൗലായ സല്ലി വസല്ലം مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഈ ബൈത്താണ് നമുക്ക് എടുക്കാനുള്ളത്. മമിസ്ലു അഹ്മദ, അഹ്മദ് എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള നാമത്തിൽപ്പെട്ട ഒരു നാമാണ്, ഒരു പേരാണ് അഹ്മദ് എന്ന്. പരിശുദ്ധ ഖുർആൻ ഇസ്മുഹു അഹ്മദ് എന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ തന്നെ ആ ആയത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടത്. സമയമില്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, സൂറത്ത് സൊഫിലാണ് മനസ്സിലാവുന്നത്. ഏതായാലും അതിലുണ്ട് ഇസ്മുഹു അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു തങ്ങളുടെ പേരാണ്. അപ്പം മമിസ്ലു അഹ്മദ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ ഏതൊരുത്തനാണ് ഉള്ളത്, ഒരൊറ്റ ആളും ഇല്ല. ഇസ്തിഫാമി ഇൻകാരി എന്നതിന് പറയും. എങ്ങനത്തെ ഒരാൾ ഏതൊരുത്തനാണ് ഉള്ളത്, ഒരാളും ഇല്ല. ഫിൽ കൗനൈന, ഇരു ലോകത്തും. കൗന് എന്ന ലോകം അതിൻ്റെ ദിവചന, അതായത് തെസ്നിയാണ്, മുസന്നയാണ് കൗനൈനി, ഇരു ലോകത്തും. നെഹ്വാഹു, നമ്മൾ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഇഷ്ടം വെക്കുന്നു. ആ നിലക്ക് ഏതൊരു നബിയാണ് ഏറ്റവും ശ്രേഷ്ഠമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെയുള്ള ഏതൊരുത്തനാണ് ഉള്ളത്, ഒരാളും ഇല്ല. ബദ്റുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദ്റാകുന്നത്, ബദ്റാണ്. അതായത് ബദ്ർ എന്നാൽ ചന്ദ്രൻ്റെ പ്രകാശത്തിനെ സംബന്ധിച്ചാണ് ബദ്ർ എന്ന് രേഖപ്പെടുത്തി. അപ്പോൾ ബദ്റാകുന്നത് ജമീഉൽ വറ, മുഴുവൻ സൃഷ്ടികളെയും, വറാന സൃഷ്ടികൾ, ജമീഅന എല്ലാം, എല്ലാ സൃഷ്ടികളെയും ബദ്റാകുന്ന ഫീ ഹുസ്നിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗിയിൽ. ഈ താഹു എന്നതേ താഹു ആണ്, അതിൻ്റെ താഹ യതീഹു തൈഹാനൻ എന്നൊക്കെ അതിൻ്റെ മസ്തർ വരും. അപ്പം താഹു പറഞ്ഞാൽ അവർ പരിഭ്രമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭംഗിയിൽ അവർ എല്ലാ സൃഷ്ടികളും പരിഭ്രമിച്ചു. അങ്ങനത്തെ ഏതൊരാളാണ് ഉള്ളത്, ഒരാളും ഇല്ല. മമിസ്ലുഹു വഇലാഹുൽ അർശി ശറഫഹു ബിൽ ഖൽഖി വൽ ഖുൽഖി ഇന്നല്ലാഹ അതാഹു. മമിസ്ലുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെയുള്ള ഏതൊരുത്തനാണ് ഉള്ളത്, ഒരാളുമില്ല. വഇലാഹുൽ അർശി, ഏത് നിലയ്ക്ക് അർശിൻ്റെ ഇലാഹ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അർശിൻ്റെ ഇലാ ആകുന്നത്, അല്ലാഹു തആലയാകുന്നത്. ശറഫഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശ്രേഷ്ഠമാക്കി. ബിൽ ഖൽഖി, എന്തുകൊണ്ട് ശ്രേഷ്ഠമാക്കി, സൃഷ്ടിപ്പ് കൊണ്ട്. സൃഷ്ടിപ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ് ഏറ്റവും എന്താണ്, സൃഷ്ടിപ്പിൻ്റെ കാര്യത്തിൽ വളരെ ഭംഗിയുള്ളതും സൃഷ്ടിപ്പും ഉയർന്ന ആൾ. ബിൽ ഖൽഖി, സൃഷ്ടിപ്പ് കൊണ്ടും, വൽ ഖുൽഖി, സ്വഭാവം കൊണ്ടും. ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല അതാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതെല്ലാം നൽകി. വശംസു തഖ്ജലു മിൻ അൻവാരി തല്ലതിഹി ഹാറതു ഖുൽ വറാ ഫി വസ്ഫി മനാഹു. വശംസു, സൂര്യനാകുന്നത്. പിന്നെ വശംസു, സൂര്യൻ. തഖ്ജലു, അതെന്തയ്യാ, ലജ്ജിക്കുന്നു. മിൻ അൻവാരി ത്വൽഅത്തിഹി, അതായത് നൂറിൻ്റെ ബഹുവചനാണ് അൻവാർ.
മിൻ അൻവാരി ത്വൽഹത്തിഹി, ആ സൂര്യൻ ഉദിക്കുന്ന സമയത്തുള്ള പ്രകാശങ്ങളെ അത് ലജ്ജിക്കുന്നു. അതായത് സൂര്യൻ ഉദിക്കുന്ന സമയത്തുള്ള പ്രകാശത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രകാശം ഉണ്ടാകുന്നത്. ആ സമയത്തുള്ള പ്രകാശത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശത്തിൻ്റെ കാരണത്താൽ ഈ സൂര്യൻ്റെ പ്രകാശം ലജ്ജിക്കുന്നുണ്ട്. ഹാറത്തു ഉഖൂൽ വറാന സൃഷ്ടികളുടെ ബുദ്ധികൾ പരിഭ്രമിച്ചു. ഈ ഉഖൂല എന്ന ബഹുവചന, അഖിലി എന്നതിൻ്റെ ബഹുവചനമാണ് ഉഖൂല. അപ്പോൾ അത് ഈ ബഹുവചനം ഫായിലായിട്ട് വരുമ്പോൾ ഫീലിനെ മുഅന്നസാക്കിയതാണ്. ഹാറത്ത് അതിലെന്തില്ല, ലമീറില്ല. ഹാറത്ത് ഉഖൂൽ വറാ സൃഷ്ടികളുടെ ബുദ്ധികൾ പരിഭ്രമിച്ചു. ഈ വസ്വി മഅനാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകാശം വിവരിക്കുന്നതിൽ സൃഷ്ടികളുടെ ബുദ്ധികൾ പരിഭ്രമിച്ചു. അതെങ്ങനെയെന്ന് വിവരിച്ചു കൊടുക്കാൻ സൃഷ്ടികൾക്ക് കഴിയുന്നതല്ല, ബുദ്ധികൾക്ക് കഴിയുന്നതല്ല. അപ്പം ഒരൊറ്റ വീത്തോടി തബാറകല്ലാഹു മാ അഹ്ലാ ശമാഇലഹു ഹാദൽ ജമാല വമാ അബ്ഹാ മുഹയ്യാഹു. തബാറകല്ലാഹു, അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. മാ അഹ്ലാ ശമാഇലഹു, ഏറ്റവും നല്ലതായ ഏറ്റവും നല്ല ഭംഗിയുള്ള ഗുണങ്ങളെ മാ അഹ്ലാ ശമാഇലഹു, ഏറ്റവും നല്ല ഭംഗിയുള്ളതായ ഗുണങ്ങളാക്കിയ വസ്തു എന്താണ്? ഹാദൽ ജമാല, എല്ലാ ഭംഗിയെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുമിച്ച് കൂട്ടി. നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ ഭംഗിയാക്കിയ വസ്തു എന്താണ്? മുഹയ്യാഹു, നബി സല്ലല്ലാഹു തങ്ങളുടെ മുഖത്തെ. അതായത് മുഖം അവിടെ എടുത്തു പറയാൻ കാരണം ഒരു ഭംഗി കൊടുക്കുന്നത് നമ്മുടെ മുഖത്തിനാണ്. നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൻ്റെ ഈ മുഖത്തിനാണ് ഏറ്റവും ഭംഗി കൊടുക്കുന്നത്. അപ്പോൾ ആ മുഖത്തിന് ഭംഗി നൽകിയ വസ്തു എന്താണ്? അത്രക്കും പ്രകാശം നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ മുഖത്തിന് വരെ ഉണ്ട്. ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിനും ഉണ്ട് എന്ന് നമ്മെ പരിചയപ്പെടുത്തുന്നു. നാം പിന്നീട് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലും പിരിയലുമെല്ലാം സ്വാലിയായ അമലായി നമ്മൾ ഇന്ന് കബൂൽ ചെയ്യും. നമ്മുടെ എല്ലാവരുടെയും ഉദ്ദേശങ്ങൾ അല്ലാഹു പൂർത്തീകരിച്ച് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.